മക്കളെ, ബാലതങ്ക ചാനലിലേക്ക് എല്ലാ മക്കൾക്കും സ്വാഗതം. ഇന്ന് അമ്മാമ്മ ഉണ്ടാക്കാൻ പോകുന്നത് കലവ വറുത്തതാണ്. ഇന്ന് നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും ഊണിന് വേണ്ടി കുറച്ച് കലവ വാങ്ങി ആ കലവ വറുക്കാൻ പോവുകയാണ്. അത് വറുക്കണതും അറക്കണതും എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് കാണിച്ചു തരാം. ആ കലവയെ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ കലവ. ചെറിയ കലവയിൽ നിന്ന് കിട്ടിയത്. ഇത് വറുത്തതും ഊണുമാണ്. അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കലവ. കലവ ഇങ്ങനെ കത്രി കൊണ്ട് അറുത്തിട്ട് ഇതേപോലെ ഉരിച്ചെടുക്കണം. നല്ലതായിട്ട് ഉരിഞ്ഞു വരും. നല്ല അടിപൊളിയായിട്ട് ഉരിഞ്ഞു വരും. കണ്ട നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന മീനാണ്. കൊച്ചുകുട്ടികൾക്കൊക്കെ കൊടുക്കാം. വലിയ മുള്ളൊന്നുമില്ല. എല്ലാവർക്കും കഴിക്കാം. ഇന്ന് ഉച്ച ഊണിന് ഇവിടെ കലവ വറുത്തതും ബീട്രൂട്ട് തോരനും തീയലും. ഇന്ന് കലവയെ കാണിച്ചു തരാം. ഇടിച്ച കലവ. നല്ല ബലമുള്ള തൊലിയാണ് കേട്ടോ മക്കളെ. അതുകൊണ്ട് ഇത് ഉരിക്കുമ്പോൾ ശ്രദ്ധിച്ചിരിക്കണം. നല്ല ബലമുണ്ട്. അതിൻ്റെ വശം നല്ലൊരു വശം പിടിച്ച് ഇരിക്കണം. അങ്ങനെ വന്നാൽ നല്ലതായിട്ട് ഉരിഞ്ഞ് കിട്ടും. ഈ വെളുത്തുള്ളി, ചെറിയ ഉള്ളി, കറിവേപ്പില എല്ലാം കൂടെ പേസ്റ്റാക്കിയത് കുറച്ച് മതി. കൊച്ചു കുഞ്ഞുണ്ടാവാൻ അല്ലെങ്കിൽ എരി. പിന്നെ 2 അല്ലി കറിവേപ്പില. അത് കഴിഞ്ഞ് മുളക് പൊടി, കൈ കൊണ്ടും കുഴയ്ക്കാം മക്കളെ. അമ്മമ്മയ്ക്ക് ഭയങ്കര കൈ നീട്ടില്ല കൈ കൊണ്ട് കുഴച്ചാൽ. അതാണ് തവിയിട്ട് കുഴയ്ക്കണം. കൈ കൊണ്ട് വേണമെങ്കിലും പേസ്റ്റാക്കി വയ്ക്കാം. അമ്മയ്ക്ക് കൈ നീട്ടില്ല. കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ നല്ല വിറ്റാമിനുള്ള മീനാണ്.
എല്ലാ പേസ്റ്റും കൂടെ റെഡിയാക്കി മീൻ ഇതാ റെഡിയാക്കി പെരട്ടി വെച്ചിട്ടുണ്ട്. നല്ല കൂട്ടെല്ലാം തയ്യാറാക്കി. ഇനി ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് വറുത്തെടുക്കാം. അത് ഇരുമ്പ് ചീനിച്ചട്ടിയിൽ വറുക്കുന്നതാണ് നല്ലത്. അമ്മാമ്മ ഇരുമ്പ് ചീനിച്ചട്ടിയിലാണ് വറുക്കുന്നത്. എല്ലാവർക്കും അതുണ്ടാവണമെന്നില്ല, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം. ഇനി അരമണിക്കൂർ ഇരിക്കട്ടെ മക്കളെ. ഈ കൂട്ടൊക്കെ പിടിക്കട്ടെ നല്ലതായിട്ട്. എന്നിട്ട് നമുക്ക് വറുക്കാം. അങ്ങനെ ഇതാ പുരട്ടി വെച്ച് അരമണിക്കൂർ കഴിഞ്ഞ് നമ്മളെ കലവ വറുക്കാൻ പോവേണേ. ചീനിച്ചട്ടി വെച്ചു, എണ്ണ വീത്തുന്നു, വെളിച്ചെണ്ണ. വെളിച്ചെണ്ണയിൽ വറുക്കുന്നതാണ് മക്കളെ നല്ല ടേസ്റ്റ്. എണ്ണ ചൂടാവട്ടെ. ഇതായി കറിവേപ്പിലയും കൂടെ പിച്ചിട്ടിടണം. അങ്ങനെ അതാ പൊട്ടുന്നു. അടുപ്പിൽ വെച്ച് ചീനിച്ചട്ടിയിലും വെച്ച്, ഇവിടെ ഇരുമ്പ് ചീനിച്ചട്ടിയിൽ വെച്ച് അടുപ്പിൽ വെച്ച് പൊരിക്കുന്നത് നല്ല ടേസ്റ്റാണ്. പിന്നെ അടുപ്പൊന്നും എല്ലായിടത്തും ഇല്ല, ഗ്യാസേ ഉള്ളൂ. അമ്മാമ്മയ്ക്ക് അടുപ്പുള്ളത് കൊണ്ട് അങ്ങനെ ചെയ്യുന്നു. മീൻ വറുത്തത് റെഡിയായി. ഏത് മീനാണ്? കലവ. കലവ മീൻ വറുത്തത് റെഡിയായി. ഇനി അപ്പൂപ്പനാണ് ഈ കലവ ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പൂപ്പനൊന്ന് കൊടുത്തു നോക്കാം, ടേസ്റ്റ് ചെയ്യാം. എന്നാൽ അപ്പൂപ്പ വന്ന് ടേസ്റ്റ് ചെയ്യും. കഴിച്ചു നോക്കി ഇത്രയും പാടുപെട്ട് ഉണ്ടാക്കിയത് കഴിച്ചിട്ട് അതിൻ്റെ അഭിപ്രായം പറയും. സൂപ്പർ. കപ്പ ഒഴുതിയിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ സൂപ്പർ. ഉച്ചയ്ക്ക് ഊണ് വേണ്ട, സൂപ്പർ. മോണങ്ങൾ കഴിച്ചു കൊടുത്തേ മക്കളെ. അപ്പോൾ മീൻ മാത്രം കഴിക്കാൻ തോന്നണം. എല്ലാ മക്കൾക്കും എൻ്റെ കലവ പൊരിച്ചത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.